ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പഴം ബോണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, എന്നാൽ ഉൾവശം നല്ല സോഫ്റ്റുമാണ്. കുറച്ച് റവയും ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഴം ബോണ്ട നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾ സ്നാക്കൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്ത തൊലി കറുത്തുപോയ 2 പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇടത്തരം വലുപ്പമുള്ള 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാനിവിടെ ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഏത്തപ്പഴം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. അപ്പോൾ തീ കൂടി പോകരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം പകുതി വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ശർക്കര പൊടി ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയെല്ലാം അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ശർക്കരയുടെ മധുരമൊക്കെ ഈ തേങ്ങയിൽ പിടിച്ച് കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി ചതച്ചതും 1 ടേബിൾ സ്പൂൺ അളവിൽ കപ്പലണ്ടി ചതച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ റവ കുറച്ച് സമയം ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം. ബാക്കിയുള്ള റവയും കൂടി ചേർത്ത് 1 മിനിറ്റ് സമയം നമുക്കിതൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. റവയൊക്കെ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുള്ള പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിലാണ് പാല് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാല് തന്നെ വേണമെന്നില്ല, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഏത്തപ്പഴത്തിൻ്റെ ശർക്കരയുടെയൊക്കെ ഈർപ്പത്തിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഈർപ്പമൊക്കെ വറ്റി പകുതി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് തണുക്കണ്ട, ചെറിയ ചൂടോടുകൂടി നമുക്ക് ഓരോ ഉരുളകളാക്കിയെടുക്കാം. ഞാനിത് ചെറിയ ഉരുളകളാക്കിയെടുത്ത് ഉണ്ണിയപ്പച്ചട്ടിയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇതുപോലെ ചെറിയ ബോൾ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ഉണ്ണിയപ്പക്കരയിലേക്കിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതിൻ്റെ പുറംഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസിലേക്കിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോണ്ടയ്ക്ക് പ്രത്യേക സ്വാദ് കിട്ടുന്നതാണ്. നമ്മളിതെല്ലാം തയ്യാറാക്കിയെടുത്തതിന് ശേഷം ഉണ്ണിയപ്പക്കരയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഞാനിതെല്ലാം കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പക്കാര സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കരുത്, കുറച്ച് പകുതി ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതെല്ലാം പറക്കി വെച്ച് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട്
രണ്ട് സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. എണ്ണ നമ്മൾ അധികം ഒഴിക്കുന്നില്ല. തീ കൂടി പോരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പകുതി കുക്കായതുകൊണ്ട് തന്നെ ഇത് ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഇതാ ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം രണ്ട് സൈഡും ഒരുപോലെ ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാനിത് കോരി മാറ്റി. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. അങ്ങനെ രുചികരമായ പഴം ബോണ്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.